ഗണപതിയും സുബ്രഹ്മണ്യനും ആനന്ദത്തോടെ ബാല്യകാലം ചെലവഴിച്ചു. കൗമാരപ്രായത്തിലെത്തിയതോടെ അവർ ലൗകിക ജീവിതത്തിൽ ആസക്തരായി മാറി. അനുയോജ്യരായ വധുക്കളെ കണ്ടെത്തി വിവാഹം ചെയ്തു തരുവാൻ അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെടുവാൻ അവർ തീരുമാനിച്ചു. ഒടുവിൽ കാർത്തികേയനും ഗജാനനും പരമേശ്വരന്റെ സവിധത്തിലെത്തി. പിതാവേ, വിവാഹ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയാൽ അവർ അപേക്ഷിച്ചു. പരമേശ്വരൻ പുഞ്ചിരി തൂകി. അനന്തരം അദ്ദേഹം പുത്രന്മാരോട് ഇങ്ങനെ പറഞ്ഞു: പുത്രന്മാരെ, നിങ്ങളുടെ ആഗ്രഹം സ്വാഭാവികമാണ്. ഞാനൊരു പരീക്ഷ വയ്ക്കാം. അതിലാദ്യം വിജയിക്കുന്നവൻ ആരാണോ അവനായിരിക്കും വിവാഹം കഴിക്കുവാൻ ആദ്യം യോഗ്യനായി തീരുന്നത്. പറഞ്ഞാലും പിതാവേ, എന്താണ് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പരീക്ഷണം? കാർത്തികേയനും വിഘ്നേശ്വരനും ജിജ്ഞാസുക്കളായി. കേട്ടുകൊള്ളുക. നിങ്ങളിൽ ആരാണോ ആദ്യം ലോകം ചുറ്റി വരുന്നത് അവനെ കൊണ്ട് ആദ്യം വിവാഹം കഴിപ്പിക്കുന്നതായിരിക്കും. പരമേശ്വരൻ നിർദ്ദേശിച്ചു. ഭവാന്റെ ആജ്ഞ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് സുബ്രഹ്മണ്യൻ തന്റെ വാഹനത്തിൽ കയറി ലോകം ചുറ്റിത്തിരിക്കുവാൻ പുറപ്പെട്ടു. സുബ്രഹ്മണ്യന്റെ സന്നാഹങ്ങൾ കണ്ടിട്ടും ഗണപതി നിശബ്ദനായി നിന്നു. അദ്ദേഹം ആലോചനയിൽ മുഴുകി. കുറച്ചു കഴിഞ്ഞ് ഉത്തരം കിട്ടിയ ഭാവത്തിൽ വിഘ്നേശ്വരൻ പുഞ്ചിരി തൂകി. ഗണപതി സാവധാനം നടന്നു ചെന്ന് മാതാപിതാക്കളെ വലം വെച്ചു. ഉമാമഹേശ്വരന്മാർ പരസ്പരം നോക്കി. എന്താണ് ഇതിന്റെ അർത്ഥം? പുത്ര, ലോകം ചുറ്റാതെ പോകാതെ നീ എന്തിനാണ് ഞങ്ങളെ വലം വെച്ചത്? ഉണ്ണി, വിവാഹിതനാകുവാൻ നിനക്ക് ആഗ്രഹമില്ലേ? അവർ അന്വേഷിച്ചു. അമ്മേ, അച്ഛാ, അവിടത്തേക്ക് മംഗളം. ഞാൻ എന്തിനാണ് ലോകം ചുറ്റുവാൻ പോകുന്നത്? ഗണപതി മാതാപിതാക്കളെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് തുടർന്നു. ദേവാ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ പ്രദക്ഷിണം ചെയ്തു. അവർ എൻ്റെ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ തന്നെ മാതാപിതാക്കളാണ്. അല്ലയോ മാതാവേ, അവിടുന്ന് അറിഞ്ഞാലോ ലോകം മുഴുവൻ ഉമാമഹേശ്വരന്മാരെ സ്ഥിതി ചെയ്യുന്നു. ആ നിലയ്ക്ക് ഞാൻ വന്ദിക്കേണ്ടതും പ്രദക്ഷിണം ചെയ്യേണ്ടതും എൻ്റെ മാതാപിതാക്കളെ തന്നെയല്ലേ? ഗണപതിയുടെ പ്രസ്താവന ഉമാമഹേശ്വരന്മാരെ സന്തുഷ്ടരാക്കി. അവരുടനെ തന്നെ ഗണപതിക്ക് യോജ്യമായ 2 കന്യകമാരെ കണ്ടെത്തി. സിദ്ധിയും ബുദ്ധിയും. അനന്തരം അതിഗംഭീരമായ ആഘോഷങ്ങളോടെ സിദ്ധിയെയും ബുദ്ധിയെയും ഗണപതി പാണിഗ്രഹണം ചെയ്തു. ഗണപതിയുടെ വിവാഹം കഴിഞ്ഞതും കാർത്തികേയൻ അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം അത്ഭുതത്താൽ കണ്ണുകൾ മിഴിച്ചു. അനുജനായ ഗണപതി ഇതാ സ്വയംവര മണ്ഡപത്തിൽ. ഈ സമയം അവിടെ സന്നിഹിതരായിരുന്ന നാരദൻ എല്ലാ വിവരങ്ങളും സുബ്രഹ്മണ്യനെ അറിയിച്ചു. തന്റെ അജ്ഞതയിൽ കാർത്തികേയൻ ശിരസ്സു കുനിച്ചു. അടുത്തത് ഹനുമാന്റെ ജനനകഥയാണ്. തുടരും.